പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ വളരുന്ന സ്വാശ്രയത്വത്തിന്റെ നാഴികക്കല്ലായ പ്രകടനമായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ ത്രിസേവന സൈനികാഭ്യാസങ്ങളിലൊന്നായ എക്സസൈസ് തൃശൂലിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത യുദ്ധ ഡ്രോണുകൾ അവയുടെ പ്രവർത്തന മികവ് തെളിയിച്ചു. സദേൺ കമാൻഡിന് കീഴിൽ നടത്തിയ ഈ തദ്ദേശീയ ഡ്രോണുകൾ യാഥാർത്ഥ്യബോധമുള്ളതും മത്സരാധിഷ്ഠിതവുമായ യുദ്ധ സാഹചര്യങ്ങളിൽ ഉയർന്ന കൃത്യതയുള്ള ദൗത്യങ്ങൾ വിജയകരമായി നിർവഹിച്ചു. സാങ്കേതികമായി ശാക്തീകരിക്കപ്പെട്ട സൈന്യത്തെക്കുറിച്ചുള്ള ആത്മനിർഭർ ഭാരത് ദർശനത്തിലേക്കുള്ള ഒരു പ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുകയും ചെയ്തു. എല്ലാ കൈകളിലും കഴുകൻ എന്ന സിദ്ധാന്തത്താൽ നയിക്കപ്പെടുന്ന സദേൺ കമാൻഡ് ആളില്ലാ ആകാശ സംവിധാനങ്ങളുടെ രൂപകൽപ്പന, വികസനം, വൻതോതിലുള്ള ഉൽപാദനം എന്നിവയ്ക്കായി ശക്തമായ ഒരു ആന്തരിക ചട്ടക്കൂട് നിർമ്മിച്ചിട്ടുണ്ട്. തദ്ദേശീയ നവീകരണം, വ്യവസായ സഹകരണം, തന്ത്രപരമായ പ്രയോഗം എന്നിവയെ നിരീക്ഷണം, കൃത്യമായ ആക്രമണം മുതൽ ഇലക്ട്രോണിക് യുദ്ധം വരെയുള്ള സൈന്യത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധക്കള ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ള ഒരു ഏകീകൃത സേനാഘടനയിലേക്ക് സംയോജിപ്പിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ഇറക്കുമതി ചെയ്ത സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിൽ നിന്ന് ആഭ്യന്തര നവീകരണത്തിലേക്ക് ഇന്ത്യയുടെ പ്രതിരോധ നിലപാടിനെ തന്ത്രപരമായ മാറ്റത്തെയാണ് ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സദേൺ കമാൻഡിന്റെ പുതുതായി സ്ഥാപിതമായ ഡ്രോൺ ഹബ്ബുകൾ ഈ പരിവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർമാരുടെ കോർപ്സിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെ ഇന്ത്യയിലെ മൈക്രോ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ ചടുലതയുമായി ലയിപ്പിച്ചുകൊണ്ട് ദൗത്യത്തിനനുസരിച്ചുള്ള ഡ്രോൺ സംവിധാനങ്ങൾ വേഗത്തിൽ വികസിപ്പിക്കാൻ കഴിവുള്ള ഒരു ഉൽപാദന ആവാസ വ്യവസ്ഥ സൈന്യം സൃഷ്ടിച്ചു. സാഹചര്യ അവബോധം, ശ്രദ്ധേയമായ കൃത്യത, ഇലക്ട്രോണിക് ആധിപത്യം എന്നിവ വർദ്ധിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുകയാണ് ഈ ഹബ്ബുകൾ. ഇന്ത്യയുടെ ആധുനിക പോരാട്ടശേഷിയുടെ ഒരു പ്രധാന ഭാഗമായി തദ്ദേശീയ ഡ്രോൺ സാങ്കേതിക വിദ്യ ഇപ്പോൾ മാറുന്നുവെന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഒരു സൈനിക വൃത്തം അഭിപ്രായപ്പെട്ടു. തൃശൂൽ അഭ്യാസത്തിനിടെ തദ്ദേശീയമായി നിർമ്മിച്ച ഡ്രോണുകൾ കർശനമായ ഫീൽഡ് വാലിഡേഷന് വിധേയമാക്കി ഇലക്ട്രോണിക് ജാമുകളും പ്രതികൂല സാഹചര്യങ്ങളുമുള്ള സാഹചര്യങ്ങളിൽ പോലും തടസ്സമില്ലാതെ പ്രവർത്തിച്ചു. അവയുടെ സഹിഷ്ണുത, കൃത്യത, വിശ്വാസ്യത എന്നിവ നിരീക്ഷകരെ ആകർഷിച്ചു. പ്രകടന സൂചകങ്ങൾ പ്രവർത്തന മാനദണ്ഡങ്ങളെ മറികടന്നു. ഈ സംവിധാനങ്ങൾ ആശയപരമായി മാത്രമല്ല യുദ്ധസജ്ജമാണെന്നും പരീക്ഷണങ്ങൾ സ്ഥിരീകരിച്ചു. ഒരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തത്സമയ സൈനിക പ്രവർത്തനങ്ങളിൽ തദ്ദേശീയ സാങ്കേതിക വിദ്യ വിന്യസിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ശേഷി ഈ അഭ്യാസം പ്രകടമാക്കിയതായി കൂട്ടിച്ചേർത്തു. ആഭ്യന്തര പ്രതിരോധ ഉൽപാദനത്തിന് മുൻഗണന നൽകുകയും വിദേശ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്ന ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിലുള്ള വിശാലമായ മുന്നേറ്റത്തെ ഈ സംവിധാനങ്ങളുടെ വിജയം അടിവരയിടുന്നു. സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമീപനം വേഗതയേറിയ നവീകരണ ചക്രങ്ങൾ, ചിലവ്, കാര്യക്ഷമത, പ്രാദേശിക ഭൂപ്രദേശങ്ങളോടും ദൗത്യ നിർദ്ദിഷ്ട ആവശ്യങ്ങളോടും കൂടുതൽ പൊരുത്തപ്പെടുത്തൽ എന്നിവയെ അർത്ഥമാക്കുന്നു. ഈ വർഷം ആദ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിലും ഇന്ത്യയുടെ ഡ്രോൺ കപ്പലിന്റെ പ്രവർത്തന സാധ്യത പ്രകടമായിരുന്നു. 510 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡുകളും 100 കിലോമീറ്റർ വരെ ദൂരപരിധിയുമുള്ള തദ്ദേശീയമായ ലോയിറ്ററിംഗ് ഡ്രോണുകൾ പാകിസ്ഥാനിലെയും POKയിലെയും ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ അതിർത്തി കടന്നുള്ള കൃത്യതയുള്ള ആക്രമണങ്ങൾ നിർണായക പങ്കുവഹിച്ചു. മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ സ്വാതന്ത്ര്യത്തിന്റെ തന്ത്രപരമായ ഉറപ്പിനെയും രാജ്യത്തിന്റെ ആകാശവും പരമാധികാരവും സംരക്ഷിക്കാൻ സജ്ജമായ എല്ലാ കൈകളിലും കഴുകൻ എന്ന നിലയിലും പ്രതീകപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.